LDF സർക്കാരിന്റെ പ്രധാന തോൽവി വകുപ്പുകളിലൊന്ന് ആരോഗ്യമായിരുന്നു. കെ ശൈലജ രണ്ടാമനാകാൻ കച്ചകെട്ടിയിറക്കിയ വീണ ജോർജ് സമ്പൂർണ്ണ പരാജയമായി മാറിയിടത്തു നിന്ന് LDFന്റെ തോൽവി തുടങ്ങുന്നത്. പിന്നാലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അടപടലം തോൽക്കുക കൂടി ചെയ്തതോടെ വീണയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഭർത്താവിന്റെ എതിർപ്പ് മറികടന്ന് ആറന്മുളയിൽ മത്സരിക്കാൻ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇറങ്ങിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. അബിൻ വർക്കിയോട് അസലായി തന്നെ തോറ്റു. നേരത്തെ തന്നെ CPM പത്തനംതിട്ട നേതൃത്വവുമായി അത്ര രസത്തിലല്ല വീണ ജോർജ് നിൽക്കുന്നത്. അതുകൊണ്ട് തോൽക്കുക കൂടി ചെയ്തതോടെ പ്രത്യേകിച്ച് പണിയൊന്നും നിലവിൽ മുൻ മന്ത്രിക്കില്ല. ഫേസ്ബുക്കിൽ ചില കുറിപ്പുകളിട്ട് നിലവിലെ സർക്കാരിനെതിരെ നിഴൽ യുദ്ധം നടത്തി സംതൃപ്തി അടയുകയാണ് വീണ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരോഗ്യവകുപ്പിൽ നടന്ന കോടികളുടെ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഈ സമഗ്രമായ വകുപ്പുതല അന്വേഷണവും ഇന്റേണൽ ഓഡിറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് വീണ ജോർജിലേക്ക് കൂടിയാണ്. പിണറായി വിജയന്റെ 1-2 മന്ത്രിസഭകളുടെ കാലത്ത് നടന്ന എല്ലാ പ്രധാന പർച്ചേസുകളും ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നത് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാവുകയാണ്. ആരോഗ്യമന്ത്രി കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ അപ്രതീക്ഷിത പരിശോധനകളാണ് ഈ വൻ അഴിമതിയുടെ ചുരുളഴിക്കാൻ കാരണമായത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വെയർഹൌസിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരും മന്ത്രിയും ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒന്നിന് 20 ലക്ഷം രൂപയിലധികം വില വരുന്ന 6ഓളം മൊബൈൽ മോർച്ചറി യൂണിറ്റുകൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ വർഷങ്ങളായി പെട്ടിപോലും പൊട്ടിക്കാതെ പൊടിപിടിച്ച് നശിക്കുകയായിരുന്നു. ആശുപത്രികളിൽ ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം രോഗികൾ വലയുമ്പോഴാണ് ഈ കിരാതമായ നടപടി മുൻ സർക്കാരിലെ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സ്കാനിങ്ങിനും മറ്റും തിക്കും തിരക്കും കൂട്ടുമ്പോൾ കോടികൾ മുടക്കി വാങ്ങിയ മെഷീനുകൾ ഉപയോഗിക്കാതെ തുരുമ്പെടുക്കാൻ ഇട്ടേച്ചു പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിനും സ്വകാര്യ ലാബുകളിൽ നിന്ന് കൈമടക്കം വാങ്ങിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയും സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും കേന്ദ്ര പദ്ധതിയായ PMS യോജന വഴിയും വാങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഈ അന്വേഷണ പരിധിയിൽ വരും. ഇതിനു പുറമെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ എവിടെ പോയി, അവ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചും കൃത്യമായ ഓഡിറ്റിംഗ് നടക്കും. യഥാർത്ഥത്തിൽ ആശുപത്രികൾക്ക് ആവശ്യമുണ്ടായിട്ടാണോ അതോ പർച്ചേസിംഗ് നടത്തുമ്പോൾ ലഭിക്കുന്ന വൻ തുകയുടെ കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ചാണോ ഈ ഇടപാടുകളെല്ലാം നടന്നതെന്ന ഗുരുതരമായ സംശയമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം വെട്ടിച്ചുകൊണ്ട് വൻ അഴിമതി നടത്താൻ ഉന്നതർക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ പ്രത്യേക സ്ക്വാഡ് അന്വേഷിക്കുന്നത്. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഉറങ്ങുകയായിരുന്നോ അതോ ഉറക്കം നടിക്കുകയായിരുന്നോ എന്ന വലിയ ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ സാമ്പത്തിക തിരിമറികളോ കണ്ടെത്തിയാൽ കേസ് ഉടൻ തന്നെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൈമാറാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടപാടുകൾ കൃത്യമായി പുറത്തുവരുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ് അടക്കം കുടുങ്ങുമെന്ന് ഉറപ്പാണ്.